ഹായ് എവരി വൺ അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവസാനം CGL നടന്നപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള സയൻസിലെ ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം 60ഓളം ചോദ്യങ്ങളാണ് എല്ലാ ഷിഫ്റ്റിലുമായിട്ട് കഴിഞ്ഞ CGL ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ പറയുന്ന 3 സബ്ജക്റ്റുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. സോ ആ ചോദ്യങ്ങളും അവയോടനുബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളും അവയുടെ ഉത്തരവുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി കഴിഞ്ഞ CGL ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററി ചോദ്യങ്ങളുടെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ അതിൻ്റെ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനിയുള്ള എല്ലാ സബ്ജക്ട്സും ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ സബ്ജക്റ്റുകളും എവിടെ ഉണ്ടാവും, ഇതേ പ്ലേലിസ്റ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. SSC CGL ഓറിയൻറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സസ് നമ്മുടെ വെബ്സൈറ്റിൽ academies.online.com എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നമ്മളിപ്പം കംപ്ലീറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ SSC പരീക്ഷകൾക്കും എല്ലാ RRB പരീക്ഷകൾക്കുമുള്ള കംപ്ലീറ്റ് കോഴ്സസ് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. SSC CGL സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് CGL കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ വേണ്ടത് അത് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾ ആ സബ്ജക്റ്റിൻ്റെ നെയിം ഈ നമ്പറിലോട്ട് വാട്സപ്പിലോ ടെലിഗ്രാമിൽ എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഈ നമ്പറിൽ വാട്സപ്പിലോ ടെലിഗ്രാമിൽ അയച്ചോളൂ. വിളിച്ചാൽ കിട്ടില്ല കേട്ടോ, ജാടയായിട്ടോ അഹങ്കാരമായിട്ടോ കാണരുത്. ഞാൻ മാത്രമേ ഉള്ളൂ, ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐശ്വര്യമായിട്ട് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സ്ഥിരം ഓർമ്മിപ്പിക്കാറുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇത് SSC CGL മാത്രം ഉപകാരപ്രദമാവുന്ന ചോദ്യങ്ങളല്ല, ഇത് എല്ലാ RRB SSC പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന ചോദ്യങ്ങളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, GK സംബന്ധിച്ചിടത്തോളം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, കമ്പ്യൂട്ടർ, കറണ്ട് അഫയേഴ്സ് എന്നീ സബ്ജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്താണ്, ചോദ്യങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒരേ ലെവൽ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് എന്തില്ല, മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്ലാൻസ് പ്രസന്റ് ബിറ്റ്വീൻ ദ ലങ്സ്. ശ്വാസകോശങ്ങൾക്കിടയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന താഴെ തന്നിട്ടുള്ളവയിൽ ഏത് ഗ്ലാൻഡ് ആണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമായിട്ട് ഞാനിത് പറഞ്ഞുതരാം. കാരണം ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് അങ്ങനെയാണ്. കുറേ പേർക്കെങ്കിലും ഈ ചോദ്യം പറഞ്ഞാൽ ആൻസർ കിട്ടും. ആ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞില് ഒരു 7 വയസ്സോടുകൂടി ഒരു ഗ്ലാൻഡ് ഡെവലപ്പ് ആവുകയും എന്നാൽ 14 വയസ്സൊക്കെ എത്തുന്നതോടുകൂടി, അതായത് നമ്മുടെ ടീനേജിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ എത്തുന്നതോടുകൂടി ഇല്ലാതാവുന്നതുമായിട്ടുള്ള ആ ഗ്ലാൻഡ് ഏതാണ് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. മനുഷ്യ ശരീരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച് 14 വയസ്സാകുമ്പോഴത്തേക്കും അപ്രത്യക്ഷമായി പോകുന്ന, ടീനേജ് എത്തുന്നതോടുകൂടി അപ്രത്യക്ഷമായി പോകുന്ന ആ ഗ്ലാൻഡ് ഏതാണ് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറേ പേരെങ്കിലും ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. ആ ഗ്ലാൻഡിന്റെ പേരാണ് ഇതെന്ന് പറയുന്നത് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താണ്, ഫുള്ളി ഡെവലപ്ഡ് ബൈ അബൌട്ട് 7 ഇയേഴ്സ്, ഏകദേശം 7 വയസ്സാകുമ്പോഴത്തേക്കും ഫുള്ളി ഡെവലപ്പ് ആവും. ആൻഡ് ഡിസപ്പിയേഴ്സ് ആഫ്റ്റർ 14 ഇയേഴ്സ് ബിക്കോസ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് സെക്സ് ഗ്ലാൻഡ്സ്. ആ പ്രായമാകുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ശരീരത്തിലെ സെക്സ് ഗ്ലാൻഡ്സ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ 14 വയസ്സാവുന്നതോടുകൂടി സെക്സ് ഗ്ലാൻഡ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ തൈമസ് ഗ്ലാൻഡ് ഇല്ലാതാവും. ഇത് ഓൾറെഡി നമ്മളോട് ചോദിച്ചതുപോലെ ലങ്സിന്റെ ഇടയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതാണ്, അതായത് ട്രക്കിയുടെ ഫ്രണ്ടിലായിട്ട് അല്ലേ, ലങ്സിന്റെ ഇടയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ജുവനൈൽ ഹോർമോൺ ആയിട്ടുള്ള തൈമോസിനാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, തൈമസ് ഗ്ലാൻഡ് ലങ്സിനിടയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രക്കിയയ്ക്ക് മുന്നിൽ സിറ്റുവേറ്റ് ചെയ്യുന്നു. സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ തൈമോസിനാണ്. 7 വയസ്സോടുകൂടി ഫുള്ളി ഫംഗ്ഷണൽ ആവുകയും എന്നാൽ 14 വയസ്സോടുകൂടി സെക്സ് ഗ്ലാൻഡ്സിന്റെ ആക്ടിവിറ്റീസ് കൊണ്ട് ഡിസപ്പിയർ ആവുകയും ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് ഇതെന്ന് പറയുന്നത് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ സ്ഥിരം ചോദ്യം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി കാണുന്നത്. എന്തായാലും എന്ത് ചെയ്യുക, അതും ഇനി ഓർത്തു വെക്കുക. TCSന്റെ പുതിയ പാറ്റേൺ ഉള്ള ചോദ്യങ്ങളാണ്. സോ ഇനിയും തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇതെന്നെല്ലാം റിപ്പീറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, റെഡ് വേംസ് ഹാവ് എ സ്ട്രക്ചർ നെയിംഡ് ഡാഷ് വിച്ച് ഹെൽപ്സ് ദം ഇൻ ഗ്രൈൻഡിങ് ദെയർ ഫുഡ്. റെഡ് വേംസിന് അവരുടെ ഫുഡ് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് അവരുടെ ബോഡിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത് പൊതുവേ റെഡ് വേംസിലും അതുപോലെ തന്നെ ബേർഡ്സിലൊക്കെയാണ് കാണാറുള്ളത്. നമ്മൾ ഈ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ എപ്പോഴും കാണുന്നൊരു ഭാഗമാണ്. ആ ഭാഗത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ സംഭവം കാണിച്ചു തരാം. ഈ ചിക്കനിൽ നമ്മൾ ഇങ്ങനൊരു അവയവം കാണാറില്ല, പൊതുവേ ആരും എടുക്കാറില്ല. പക്ഷേ ഇത് വൈറ്റമിൻസും പ്രോട്ടീൻസും വളരെ റിച്ച് ആയിട്ടുള്ളതാണ് എന്നാണ് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി വായിച്ച് പറഞ്ഞത്. എനിക്കും അറിയില്ലെന്നുണ്ട്. ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കാണുന്നത്. ഭയങ്കര വൈറ്റമിൻസും പ്രോട്ടീൻസും റിച്ച് ആയിട്ടുള്ള ഭാഗമാണ് അത്ര ചിക്കനിൽ. പക്ഷേ പൊതുവേ നമ്മളെല്ലാവരും കളയുന്നതാണ്. പക്ഷെ ഇത് പ്രോപ്പർലി കുക്ക് ചെയ്യണം അല്ലേ, ഇല്ലെങ്കിൽ നമുക്കൊരു റബ്ബറി ഫീലാണ് കിട്ടുക. അത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള പല സ്ഥലങ്ങളിലും ഇത് ഡെലിക്കസി ആണെന്ന് വരെ എന്ത് ചെയ്തു, ഞാൻ കണ്ടു. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ഈ ബേർഡ്സിലും റെഡ് വേംസിലൊക്കെയുള്ള ആ ഒരു ഭാഗത്തിൻ്റെ പേരെന്താണ്? ആ ഭാഗത്തിൻ്റെ പേരാണ് ഗിസാഡ് അല്ലെങ്കിൽ ജിസാഡ്. എങ്ങനെയാണ് വായിക്കാന്ന് എനിക്കറിയില്ല, എന്തായാലും നിങ്ങളത് വായിച്ചോളൂ. ഈ ടഫായിട്ടുള്ള മസിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭാഗമാണ്. അതിനകത്ത് എന്ത് ചെയ്യും, ഫുഡ് ഗ്രൈൻഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി ദഹിപ്പിച്ചു കൊടുക്കും. അത് ആർക്കുണ്ട്, റെഡ് വേംസിലും ബേർഡ്സിലും അതുപോലെ തന്നെ കുറേ റെപ്റ്റൈൽസിലും എന്ത് ചെയ്യുന്നുണ്ട്,
ചെയ്യുന്നുണ്ട്? ഈ ഗിസാഡ് അല്ലെങ്കിൽ ജിസാഡ് എന്ന് പറയുന്ന ഭാഗം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡ് ഗ്രൈൻഡ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആ അവയവത്തിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? ജിസാഡ് എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, നെയിം ദ ഫിസിസിസ്റ്റ് ഹു ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. ഈ ചോദ്യം ഇല്ലാതെ എന്താ പറയുക, SSCക്കും RRBക്കും നടത്താൻ പറ്റില്ല. ദിസ് 1932 ഡിസ്കവറി ലെഡ് ടു ഹിസ് വിന്നിംഗ് ഓഫ് ദ നോബൽ പ്രൈസ്. ഈ കണ്ടുപിടുത്തത്തിന്, ഈ ന്യൂട്രോൺ കണ്ടുപിടിച്ചതിനാണ് 1932 ഈ സോ കോൾഡ് ആ ശാസ്ത്രജ്ഞന് എന്ത് കിട്ടുന്നത്? നോബൽ സമ്മാനം കിട്ടുന്നത്. ആരാണ് ആ ഫിസിസിസ്റ്റ് എന്നാണ് എന്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ അവസാനമാണ് ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത്. കാരണം അത് ചാർജ്ലെസ് ആണ് അല്ലേ, പ്രോട്ടോണും ഇലക്ട്രോണും ചാർജ് ഉണ്ട്. സോ അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെ ചാർജ് ഇല്ലാത്ത എന്നാൽ വളരെ ഹെവിയസ്റ്റ്, നമുക്കറിയാം ഒരു ആറ്റത്തിലെ ഏറ്റവും ഹെവിയസ്റ്റ് പാർട്ടിക്കിൾ തന്നെയാണ് ഇതെന്ന് പറയുന്നത് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ന്യൂട്രോണിന്റെ മാസ് എത്രയാണെന്ന് നിങ്ങൾ എനിക്ക് താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരിക. ഇത് കണ്ടുപിടിച്ച ആളുടെ പേരെന്താണ്? ചാഡ്വിക് എന്നാണ് അല്ലെ. ചാഡ്വിക് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ന്യൂട്രോൺ കണ്ടുപിടിച്ചിരിക്കുന്നത്. ജെയിംസ് ചാഡ്വിക്, അതാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. നമ്മുടെ സ്ഥിരം കോഡ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് എഴുതാം. NRTC ആണ് അല്ലെ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. ഇതിൽ ഇപ്പോൾ SSC റൂദർഫോർഡ് മാറ്റിയിട്ട് ഗോൾസ്റ്റീൻ കൂടി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് അദ്ദേഹമാണ് അതിന്റെ ആദ്യത്തെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്തത്. പക്ഷേ കാലങ്ങളായിട്ട് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണെന്ന് തന്നെയാണ്. അപ്പോൾ ഓപ്ഷനിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. രണ്ടും ശരി ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. RRBയിലും SSCയിലും എല്ലാം ഇപ്പോൾ ഗോൾസ്റ്റീൻ ആൻസർ ആയിട്ട് കാണുന്നുണ്ട്, ചിലയിടത്ത് റൂദർഫോർഡും കാണുന്നുണ്ട്. അപ്പോൾ രണ്ടും ഓർത്ത് വെക്കണം. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണെന്നാണ് നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചില പരീക്ഷകളിൽ റൂദർഫോർഡ് ഓപ്ഷൻ ഇല്ലാതെ എന്ത് വരുന്നുണ്ട്? ഗോൾസ്റ്റീൻ വരുന്നുണ്ട്. രണ്ടും കൂടി ഞാൻ ഇതുവരെ കണ്ടില്ല. രണ്ടും വന്നാൽ നിങ്ങളുടെ വിധി, എനിക്കതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇലക്ട്രോൺ ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് JJ തോംസൺ ആണ്. അതാണ് നമ്മുടെ ഈ കോഡ് എന്ന് പറയുന്നത്. പ്രോട്ടോൺ റൂദർഫോർഡ്, ഒപ്പം ഗോൾസ്റ്റീൻ കൂടി ഓർത്തിരിക്കുക. ഇലക്ട്രോൺ ആരാണ്? JJ തോംസൺ ആണ്. ന്യൂട്രോൺ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ആരാണ്? ചാഡ്വിക് ആണ്. ഞാൻ ചാർജ്ലെസ് ചാഡ്വിക്, ചാച്ച എന്ന് ഓർത്തിരിക്കാനാണ് പറയാം. ന്യൂട്രോൺ ചാർജിലല്ലോ, അപ്പോൾ ചാച്ച എന്ന് ഓർത്തിരുന്നാൽ മതി. ചാർജ്ലെസ് ചാഡ്വിക് ആണ് എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? ന്യൂട്രോൺ കണ്ടുപിടിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക. നാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ബോൺസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ഇയർ? ചെവിയുടെ ഭാഗമല്ലാത്ത എല്ല് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് ആൻഡ് ഫീമർ. ഇത് നാലുമാണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഞാൻ ആ പറഞ്ഞ ഓർഡർ തന്നെ കിട്ടിയിട്ടുണ്ടാവും. നമുക്കറിയാം ചെവിയുടെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? മാലിയസും ഇൻകസും സ്റ്റേപ്പിസും അല്ലേ. ചെവിയിലുള്ള എല്ലുകളുടെ എണ്ണം, ഒരു ചെവിയിലെ എല്ലുകളുടെ എണ്ണം 3 ടോട്ടൽ നമ്പർ ഓഫ് ഇയർ ബോൺസ് ചോദിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ NTPCക്ക് എങ്ങാണ്ട് ചോദിച്ചു, ഞാനതിൽ ആദ്യം ഒന്ന് വീണതാ. ടോട്ടൽ നമ്പർ ഓഫ് ഇയർ ബോൺസ് വെച്ച് നമ്മൾ ചാടിക്കയറി മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ് 3 എന്ന് പറയും. പക്ഷെ മൊത്തം നമ്മുടെ ശരീരത്തിൽ രണ്ട് ചെവി ഉണ്ടല്ലോ. അപ്പോൾ എത്ര ഇയർ ബോൺസ് ഉണ്ട്? 6 ഇയർ ബോൺസ് ഉണ്ട്. അപ്പോൾ അത് ഓർക്കണേ, അത് തെറ്റിക്കരുത്. കഴിഞ്ഞ NTPCയിലൊക്കെ ചോദ്യം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ചെവിയിൽ 6 ബോണുകളുണ്ട്. 2 മാലിയസ്, 2 ഇൻകസ്, 2 സ്റ്റേപ്പിസ്. ഇവിടെ ഉണ്ടാവാത്തിരുന്ന ഏതായിരുന്നു? ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ഫീമർ ആയിരുന്നു. എന്താണ് ഫീമറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഫീമർ നമ്മുടെ ശരീരത്തിലെ ദ ലോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ബോണാണ്. ഏറ്റവും നീളം കൂടിയ എന്നാൽ ഏറ്റവും ശക്തി കൂടിയ ബോണാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഫീമർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ മാലിയസിനെയും ഇൻകസിനെയും സ്റ്റേപ്പിസിനെയും കൂടി 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. നമുക്കറിയാം നമ്മുടെ മിഡിൽ ഇയറിന്റെ ഭാഗമായിട്ടാണ് ഈ 3 എല്ലുകൾ വരുന്നത്. അതിൽ ഹാമർ ഷേപ്ഡ് എല്ലാണ് മാലിയസ് എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് മാലിയസിന്റെ ഷേപ്പ് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇയർ ബോൺസിൽ ഹാമർ ഷേപ്ഡ് ആയിട്ടുള്ള ബോൺ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഞാൻ ഹമ്മ എന്ന് ഓർക്കാനാണ് പറഞ്ഞത്. ഹമ്മ അങ്ങനെ തന്നെ എന്ത് ചെയ്താൽ മതി? ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഹാമർ ഷേപ്ഡ് ആകുമ്പോൾ മാലിയസ്, ഹമ്മ എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ആൻവിൽ ആണെങ്കിൽ അത് ഇൻകസ് ആണ്. ആൻവിൽ ആണെങ്കിൽ ആൻവിൽ ഷേപ്ഡ് ആണെങ്കിൽ, ആൻവിൽ അറിയാലോ നമ്മൾ ഈ ലാബിലൊക്കെ തല്ലി പരത്തുന്ന സാധനം, ഈ കൊല്ലൻ്റെ ആലിയിലൊക്കെ കാണില്ലേ, ഇതിനാണ് നമ്മൾ ആൻവിൽ എന്ന് പറയുന്നത്. ആൻവിൽ ആണെങ്കിൽ ഇൻകസ് ആണ്. ഇത് എന്ത് ചെയ്താൽ മതി? ആണി എന്ന് ഓർത്തിരുന്നാൽ മതി. ഹമ്മ, ആണി എന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഏറ്റവും ചെറുത് സ്റ്റിറപ്പ് ഷേപ്പിലുള്ളതാണ് ഏതെന്ന് പറയുന്നത്? സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. സ്റ്റിറപ്പ് ഷേപ്പിലുള്ളതാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. അപ്പോൾ ST അതിലുണ്ട്, അത് ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ചെവിയിലെ ബോണുകൾ മാത്രമല്ല, അതിൻ്റെ ഷേപ്പ് കൂടി പഠിച്ച് ഹമ്മ, ഹാമർ ഷേപ്ഡ് മാലിയസ്, ആൻവിൽ ഷേപ്ഡ് ഇൻകസ്, ആണി, സ്റ്റിറപ്പ് ഷേപ്ഡ് സ്റ്റേപ്പിസ്. ഇതാണ് ഏതെന്ന് പറയുന്നത്? ഏറ്റവും സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. ഇനി യൂസ്റ്റേഷൻ ട്യൂബ് പറ്റി ഒരു ചോദ്യമായിട്ട് തന്നെ വരുന്നുണ്ട്. ഞാനപ്പോൾ എന്ത് ചെയ്തുതരാം, അവിടെ ഞാൻ വഴി അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് തിരിച്ചു പോവാം. താഴെ തന്നിട്ടുള്ളവയിൽ ഹ്യൂമൻ ഇയറിന്റെ ഭാഗമല്ലാത്ത ബോൺസ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ വളരെ സിമ്പിളാണ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് ആൻഡ് ഫീമർ ആയിരുന്നു. ഫീമർ ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ദ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ബോൺ ആണ് ഏതെന്ന് പറയുന്നത്? ഫീമർ ബോൺ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദീസ് വേർഡ്സ് റെഫർ ടു ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഡൊമസ്റ്റിക് ഡോഗ്സ്? നായകളെ പറ്റി, ഡോഗ്സിനെ പറ്റിയുള്ള പഠനശാഖയുടെ പേരാണ് ഏതെന്ന് പറയുന്നത്? സൈനോളജി എന്ന് പറയുന്നത്. ഡോഗുകളെ പറ്റിയുള്ള പഠനത്തെ പറ്റിയുള്ള ശാസ്ത്രശാഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈനോളജി എന്ന് പറയുന്നത്.
ചോദ്യം കുറച്ചെങ്കിലും എക്സ്ട്രാ ഫാക്ട്സ് കൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് തരാം. ലങ്സിനിടയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം തൈമസ് ആണ്. ട്രക്കിയയ്ക്ക് മുന്നിലായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അത് സെക്രീറ്റ് ചെയ്യുന്ന ജുവനൈൽ ഹോർമോൺ ആണ് തൈമോസിൻ എന്ന് പറയുന്നത്. 7 വയസ്സോടുകൂടി കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആവുകയും 14 വയസ്സിൽ സെക്സ് ഗ്ലാൻസിന്റെ പ്രവർത്തനത്തോടുകൂടി അത് എന്ത് ചെയ്യും, അത് ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ റെഡ് വേംസിലും ബേർഡ്സിലും കാണുന്ന ഒരു ഫുഡ് ഗ്രൈൻഡ് ചെയ്യാനായിട്ടുള്ള ടഫ് മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ജിസാഡ് എന്ന് പറയുന്നത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോൺ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് റൂദർഫോർഡും അതുപോലെ തന്നെ ഗോൾഡ്സ്റ്റീനും ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ ആണെങ്കിൽ തോംസൺ ആണ്. ന്യൂട്രോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു ജെയിംസ് ചാഡ്വിക് ആണ്. ചെവിയുടെ ഭാഗമല്ലാത്ത എല്ലാണ് ഫീമർ. അത് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് ആണ് ചെവിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഹാമർ ഷേപ്പ്ഡ് ആണ് മാലിയസ് എന്ന് പറയുന്നത്. അതുപോലെ ആൻവിൽ ഷേപ്പ്ഡ് ആണ് ഇൻകസ് എന്ന് പറയുന്നത്. സ്റ്റിറപ്പ് ഷേപ്പ്ഡ് ആണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ബോണാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. ഫീമർ മനുഷ്യ ശരീരത്തിലെ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ബോണാണ്. അതുപോലെ ഡൊമസ്റ്റിക് ഡോഗ്സിനെ പറ്റിയുള്ള പഠനശാഖയാണ് ഇതെന്ന് പറയുന്നത് സൈനോളജി എന്ന് പറയുന്നതെന്നും ഓർത്തു വെക്കുക. 5 ചോദ്യം പഠിച്ചേ. ഐശ്വര്യമായിട്ട് നമുക്ക് 6ാമത്തെ ചോദ്യത്തിലോട്ട് പോലോ. ഇന്നാ പിടിച്ചു 6ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മേജർ കമ്പണന്റ് ഓഫ് വിനിഗർ? ചീള് ക്വസ്റ്റ്യൻസും കൊണ്ട് നിങ്ങളെ ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നില്ല അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണ്. വിനിഗർ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് ആണ് നമ്മൾ വിനാഗിരിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന വിനിഗർ എന്ന് പറയുന്നത്. അടുത്തത് 7ാമത്തെ ചോദ്യം. ഒബ്ജക്ട്സ് ദാറ്റ് ഷൈൻ ഇൻ ദ നൈറ്റ് സ്കൈ ആർ നോൺ ആസ്. രാത്രി ആകാശത്തിൽ തിളങ്ങുന്ന വസ്തുക്കളെ നമ്മൾ എന്താണ് വിളിക്കുക? നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂമിനസ് ബോഡീസ് എന്ന് പറയാം. പക്ഷെ അത് ഇവിടെ ഈ കോണ്ടക്സ്റ്റിൽ അത്ര അങ്ങ് ശരിയല്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വയം തിളങ്ങാൻ കഴിവുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ലൂമിനസ് ബോഡീസ് എന്ന് വിളിക്കുന്നത് പറഞ്ഞിട്ട് അല്ലേ. സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം എന്താണ്? അതിന് എക്സാമ്പിളാണ്. ഇവിടെ ആകാശത്തിൽ രാത്രി തിളങ്ങുന്ന വസ്തുക്കളെ എന്താണ് വിളിക്കാന്ന് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ ഇത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്ത് പറഞ്ഞേ പറ്റൂ? ദേ ആർ നോൺ ആസ് സെലസ്റ്റിയൽ ബോഡീസ്. ആകാശത്ത് രാത്രി സ്വയം തിളങ്ങുന്ന അല്ലെങ്കിൽ തിളങ്ങുന്ന വസ്തുക്കളെ, സ്വയം തിളങ്ങുന്ന ഞാൻ പറഞ്ഞിട്ടില്ല, തിളങ്ങുന്ന വസ്തുക്കളെ നമ്മൾ കമ്പൈൻ ചെയ്ത് വിളിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നത്. ലൂമിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി തിളങ്ങുന്നതാണ്. അത് തന്നെയാണ് തോന്നുന്നത് തമ്മിലുള്ള വ്യത്യാസം. എനിക്കിപ്പം പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ കൺഫ്യൂഷനായി. അപ്പം അല്ലെങ്കിൽ നോക്കിയിട്ട് ഞാൻ താഴെ ക്ലാരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നോളൂ. അപ്പോൾ തിളങ്ങുന്ന വസ്തുക്കളെ എല്ലാം നമ്മൾ എന്ത് ചേർത്ത് വിളിക്കും? സെലസ്റ്റിയൽ ബോഡീസ് എന്ന് വിളിക്കും. അടുത്തത് 8ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ മോർ കോമൺ നെയിം ഫോർ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കാറ്? അത് എപ്പോഴും നേരെ തിരിച്ചാണ് ചോദിക്കാറുള്ളത്. കെമിക്കലി ഡ്രയേഴ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്? എപ്പോഴും ചോദിക്കാറുള്ളത്. ഇവിടെ നിന്ന് എന്താ പറയുക, ഒരു ട്വിസ്റ്റ് ഇട്ടതാണ്. ഒരു കോമൺ നെയിം ഓഫ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും ഡ്രൈ ഐസ് ഈസ് കെമിക്കലി ഡാഷ് എന്ന് എനിക്കൊന്ന് കഴിഞ്ഞ NTPC വരണ്ടായിരുന്ന ചോദ്യമാണ് ഡ്രൈ ഐസ് കെമിക്കലി എന്താണ് എന്നുള്ളത്. അടുത്തത് 9ാമത്തെ ചോദ്യം. Which law of physics states that force between two electric charges reduces to a quarter of its former value when the distance between them is doubled? അങ്ങനെ അവിടെ നിൽക്കട്ടെ. ഈ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറെ തിയറി പറഞ്ഞുതരാം. ഇത് പറഞ്ഞ് എനിക്ക് അത് പറയാനുള്ള അല്ലാതെ അതൊന്നും ഇങ്ങോട്ട് ഇടണമെങ്കിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ്? 2 വസ്തുക്കൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് G ഇൻറ്റു ആ 2 വസ്തുക്കളുടെ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? ആ സ്ക്വയർ. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇക്വേഷൻ ആക്കിയതാണ്. G എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എന്താണെന്ന്, യൂണിറ്റ് എന്താണെന്നൊക്കെ പഠിച്ചാണ് അല്ലേ. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ഇതിന്റെ അതേ കോപ്പിയാണ് എന്തെന്ന് പറയുന്നത് കൂളോംസ് ലോ എന്ന് പറയുന്നത്. ഇവിടെ ഒറ്റ വ്യത്യാസമില്ല. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വസ്തുക്കൾക്കിടയിലുള്ള അവയുടെ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ. ഗ്രാവിറ്റി എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമാണ്. ഇവിടെ ഒന്നുകിൽ അട്രാക്ഷൻ ആവാം, ഇല്ലെങ്കിൽ എന്താവാം? റിപ്പൾഷൻ ആവാം. അതെന്ന് പറയുന്നത് ആ 2 വസ്തുക്കളുടെയും ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ 2 വസ്തുക്കൾക്കിടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ F ഈസ് ഈക്വൽ ടു KQ1Q2/R² ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത് കൂളംസ് ലോ എന്ന് പറയുന്നത്. ന്യൂട്ടൺ നിയമം എന്താണോ പറഞ്ഞത്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണോ പറഞ്ഞത്, അതേ നിയമം പക്ഷെ അത് ചാർജിന്റെ കോണ്ടക്സ്റ്റിലോട്ട് മാറ്റുകയാണ് എന്ത് ചെയ്ത് കൂളം ചെയ്ത്. അങ്ങനെ അടിച്ചു മാറ്റിയതൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അട്രാക്ഷൻ ആവാം, റിപ്പൾഷൻ ആവാം. ഇനി സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചോ. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ്, 2 പോയിന്റ് ചാർജസ് അറ്റ് റെസ്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ചാർജസ്. 2 വസ്തുക്കൾക്കിടയിലുള്ള അട്രാക്ഷനോ റിപ്പൾഷനോ എന്ന് പറയുന്നത് അവയുടെ ചാർജിന് ഡയറക്ട്ലി അവയുടെ ചാർജിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഈക്വൽ ടു ഇടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തൊരു K ഇട്ട് കൊടുത്തു എന്നുള്ളത്. ഇവിടെ Kക്ക് പ്രത്യേകിച്ച് കോൺസ്റ്റന്റ് പേരുണ്ടോ എന്ന് എനിക്കല്ല, ചുമ്മാ K എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഗ്രാവിറ്റിയുടെ കേസിൽ വരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ വിളിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്.
ഇതിനവരൊന്നൊന്ന് വളച്ച് തന്നിരിക്കുകയാണ്. വിച്ച് ലോ ഓഫ് ഫിസിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇലക്ട്രിക് ചാർജസ് റെഡ്യൂസസ് ടു എ ക്വാർട്ടർ ഓഫ് ഇറ്റ്സ് ഫോർമർ വാല്യൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോ, എഫ് ഈസ് ഈക്വൽ ടു Q1 Q2 ബൈ ആർ സ്ക്വയർ ഇവിടെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഫോഴ്സ് ബിറ്റ്വീൻ റെഡ്യൂസസ് ടു എ ക്വാർട്ടർ ഓഫ് ഇറ്റ്സ് ഫോർമർ വാല്യൂ വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് ഡബിൾഡ്. അതായത് അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡബിൾ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ 2r അല്ലേ, 2r ഹോൾ സ്ക്വയർ ആയി. അതിപ്പോൾ എങ്ങനെയായിട്ട് മാറും? K Q1 Q2 ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ ആയി. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി സ്പെസിഫിക് ആയി മനസ്സിലാക്കാനായിട്ട് 1/4 ഓഫ് K/Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നല്ല ഇത് വരാൻ പോകുന്നത്. അതായത് മുമ്പ് ഉണ്ടായിരുന്നത് K/Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ എന്തായി? ഈ ഡബിൾ ചെയ്തപ്പോൾ എന്തായി? അതിന്റെ സ്ക്വയർ നമ്മൾ എടുത്തപ്പോൾ എന്തായി? 1/4 ഓഫ് K/Q1 Q2 ബൈ ആർ സ്ക്വയർ ആയി. അതവിടെ പറഞ്ഞിരിക്കുന്നത്. ഫിസിക്സിൽ ഏത് നിയമമാണ്? രണ്ട് ഇലക്ട്രിക് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ആയി കഴിഞ്ഞാൽ 1/4 ആവും എന്ന് പറയുന്നത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. കൂളോംസ് ലോ തന്നെയാണ് അല്ലേ? അപ്പോൾ ഐഡിയ മനസ്സിലായി. കാരണം കൂളോംസ് ലോനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ചോദ്യം സാധാരണ ഇങ്ങനെയല്ല ചോദിക്കാറുള്ളത്. ഈ ചോദ്യം ഇതല്ല കൈനറ്റിക് എനർജിക്ക് വെച്ചാൽ ചോദിക്കാറുള്ളത്. പക്ഷേ സാധാരണ ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്. അതായത് രണ്ട് ചാർജുകൾക്കിടയിലുള്ള ദൂരം ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി ചോദ്യം പറയാം. രണ്ട് ചാർജുകൾക്കിടയിലുള്ള ദൂരം ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ഫോഴ്സിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയണം അതെന്താവും? അത് 1/4 ആയി മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റണം. ഐഡിയ മനസ്സിലായി. ഇക്വേഷനിൽ ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി. ഡിസ്റ്റൻസ് നമ്മൾ ഡബിൾ ചെയ്തു, അപ്പോൾ 1/4 ആയി. അങ്ങനെയാണ് ഇത് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ കേസിലുള്ള ഞാൻ പറഞ്ഞ കൈനറ്റിക് എനർജി വെച്ചും പൊട്ടൻഷ്യൽ എനർജി വെച്ചും എല്ലാം എന്ത് ചെയ്യാറുണ്ട്? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇക്വേഷൻ അറിയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ അതൊന്നൊരു വളഞ്ഞു മൂക്ക് പിടിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ അടിത്തറ ബേസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്ട്രോങ് ആണ്. കൂളംസിൽ അത്രയും വൃത്തിയായിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 10ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ? ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. മെഡുല്ല, തലാമസ്, പോൺസ്, പിന്ന. ഈ 4 ഭാഗങ്ങളിൽ ഏതാണ് തലച്ചോറിന്റെ ഭാഗമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മെഡുല്ല ആയാലും തലാമസ് ആയാലും പോൺസ് ആയാലും ബ്രെയിനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പിന്ന എന്ന് പറയുന്നത് എന്താണ്? പിന്ന എന്ന് പറയുന്നത് ചെവിയുടെ ഭാഗമാണ് അല്ലേ? ബാഹ്യകർണം. ബാഹ്യകർണം എന്നാണ് എന്ത് ചെയ്യുക? നമ്മളിതിനെ മലയാളത്തിൽ പറയുക. ബാഹ്യകർണമാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് അത് ഇതിൻ്റെ ഭാഗമാണ്, ഇയറിൻ്റെ ഭാഗമാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ആ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റും അല്ലേ? ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. പിന്നെ ആ സൗണ്ട് അട്രാക്ട് ചെയ്ത് ഉള്ളിലോട്ട് കറക്റ്റ് ചാനൽ ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ഇവല്യൂഷനിൽ വന്നിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ പിന്ന എന്ന് പറയുന്നത്. സോ പിന്നെ എന്തിൻ്റെ ഭാഗമാണ്? തലച്ചോറിൻ്റെ ഭാഗമല്ല, ചെവിയുടെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 5 ചോദ്യങ്ങളോട് റിവൈസ് ചെയ്യാലോ. വിനിഗറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പണന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അസറ്റിക് ആസിഡ്. ആകാശത്ത് തിളങ്ങുന്ന വസ്തുക്കളെ സെലസ്റ്റിയൽ ബോഡീസ് എന്ന് വിളിക്കുന്നു. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഡ്രൈ ഐസ്. കൂളോംസിൽ എന്താണെന്ന് പറഞ്ഞു. ഇനി ഞാനത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. ബ്രെയിനിൻ്റെ ഭാഗമല്ലാത്തത് പിന്നെയാണ്. പിന്നെ എവിടുത്തെ ഭാഗമാണ്? പിന്നെ ചെവിയുടെ ഭാഗമാണെന്നും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. academies.online.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയ കോഴ്സുകളുടെ കംപ്ലീറ്റ് കോഴ്സുകളും അതുപോലെ തന്നെ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി കോഴ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണ്. അല്ലാത്തവർ ഒന്ന് കേട്ടിരിക്കുക. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ആദ്യം തന്നെ സൈൻ ഇൻ ടു അറ്റൻഡ് ക്ലാസ്സസ് എന്ന് കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ ID വെച്ച് Gmail ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒറ്റ ഇമെയിൽ ID ഉള്ളെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി സൈറ്റിനകത്ത് എത്തിയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ എണ്ണം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ അത് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമെയിൽ ID നിങ്ങൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക? സൈറ്റിനകത്തോട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകളിലൂടെ കാണാൻ കഴിയും. ഈ കോഴ്സുകളിൽ എല്ലാ കോഴ്സുകളും തന്നെ SSC RRB ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. കേരള ISRI ഒഴികെ. കേരള PSCക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്. നമ്മുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC CGL ഒരു കോഴ്സ്, CHSL ഒരു കോഴ്സ്, MTS ഒരു കോഴ്സ് അങ്ങനെയല്ല, അല്ലെങ്കിൽ NTPCക്ക് ഒരു കോഴ്സ്, ഗ്രൂപ്പ് ഡിക്ക് ഒരു കോഴ്സ് അങ്ങനെയല്ല. നമ്മൾ എല്ലാ SSC RRB പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കോഴ്സിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ RRB SSC പരീക്ഷകൾക്കും ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാലത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കോഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എന്താണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം SSCക്ക് ഇംഗ്ലീഷ് ഉണ്ട്, RRBക്ക് എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല. സോ SSC MTSനാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ RRB NTPCക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ ഇതിൽ അഡ്വാൻസ്ഡ് മാത്സും ഇംഗ്ലീഷും എന്തില്ല? നിങ്ങൾക്ക് ആവശ്യമില്ല. RRB NTPCക്ക് ആണെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്ട്സും, കേരള ഹിസ്റ്ററി വിട്ടേക്ക്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ബാക്കി എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതേസമയം MTSനാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിനൂടെ ഇംഗ്ലീഷ് കൂടി നിങ്ങൾ എടുക്കണം എന്ന് പറയും. അതേസമയം നിങ്ങൾ ഇനി CGLനോ CHSLനോ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പോരാ, കൂടെ എന്തുകൂടി നിങ്ങൾ പഠിക്കണം? അഡ്വാൻസ്ഡ് മാത്സ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ കൊടുക്കാം. CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയത് പാക്കേജ് ആയിട്ട് നിങ്ങൾ
നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു കോഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്സിനകത്ത് നമ്മൾ കയറാമെന്ന് വിചാരിക്കുക. ഫിസിക്സിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. പക്ഷേ നിങ്ങൾ അത് കരുതി നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സും കാണിക്കാതെയല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്, ഫിസിക്സ്, ആസ്ട്രോണമി, ഫിസിക്സ് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇതിൽ എല്ലാ സെക്ഷനിലെയും ആദ്യത്തെ ക്ലാസ്സും ആദ്യത്തെ പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോ ക്ലാസ്സുകളും ഡെമോ എക്സാംസും ആണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും 10 ചോദ്യങ്ങളുടെ ഒരു പരീക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊരു വലിയൊരു കിടിലൻ റിവിഷൻ ടെക്നിക്കാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണാം, ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. എങ്ങനെയാണ് കോഴ്സ് എടുക്കേണ്ടത്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യാം, ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, അതുപോലെ തന്നെ റീസണിങ്, മാത്സ്, കമ്പ്യൂട്ടർ നോളേജ്, സ്റ്റാറ്റിക് ജികെയിലെ നല്ലൊരു ഭാഗം എല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലാതെ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് ദെൻ അതിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ജിയോഗ്രഫിയും എക്കണോമിക്സും സ്റ്റാറ്റിക് ജികെയിലെ നല്ലൊരു ഭാഗം ദാസനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് നമ്മുടെ സ്മിത മിസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് മാത്സ് ആണെങ്കിൽ 2 വട്ടം CGയിൽ അച്ചീവ് ചെയ്തിട്ടുള്ള സനൂപാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ എല്ലാ കോഴ്സുകളും ഏത് എഡ്യൂക്കേറ്റർ ആയാലും നമ്മൾ അത്രയും എന്താ പറയുക എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് എത്രത്തോളം നന്നായി തരാൻ പറ്റുമോ അത്രത്തോളം നന്നായി തരാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ കയറി നോക്കുക, ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഉറപ്പിച്ചു തരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങളിത് എടുത്തിട്ട് കാര്യമുള്ളൂ. മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് നന്ദി. നമുക്ക് എങ്ങോട്ട് തന്നെ പോവാം, തിരിച്ച് നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പോവാം. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം. ദ ഡാഷ് ഹെൽപ്സ് ഇൻ ഈക്വലൈസിങ് ദ പ്രഷർ ഓൺ ഐദർ സൈഡ്സ് ഓഫ് ദി ഇയർ ഡ്രം. ഇയർ ഡ്രമ്മിൻ്റെ 2 ഭാഗത്തും പ്രഷർ ഇക്വലൈസ് ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? നേരത്തെ ഞാനൊരു പോയിന്റ് ബാക്കി വെച്ച് പോയിരുന്നു. ആ പോയിന്റാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. മിഡിൽ ഇയർ ആണ്. മിഡിൽ ഇയറിൽ ഇയർ ഡ്രമ്മും യൂസ്റ്റാഷ്യൻ ട്യൂബുമാണ് പ്രധാനമായിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ബയോളജിയിൽ. യൂസ്റ്റാഷ്യൻ ട്യൂബ് ഹെൽപ്സ് ഇൻ ഈക്വലൈസിങ് ദ പ്രഷർ ഓൺ ഐദർ സൈഡ്സ് ഓഫ് ദി ഇയർ ഡ്രം. ഞാൻ ഈ ചോദ്യം കണ്ടിട്ട് അടിച്ചു മാറ്റിയതൊന്നുമല്ല കേട്ടോ, അത് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള തന്നെയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദ്യം വന്നിരിക്കുന്നത്. ഇയർ ഡ്രമ്മിൻ്റെ 2 ഭാഗങ്ങളിലും പ്രഷർ ഇക്വലൈസ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? അത് യൂസ്റ്റാഷ്യൻ ട്യൂബിൻ്റെ. യൂസ്റ്റാഷ്യൻ ട്യൂബ് നിങ്ങൾക്ക് ഇവിടെ ചെവിയുടെ സ്ട്രക്ചറിൽ കാണാൻ പറ്റും. യൂസ്റ്റാഷ്യൻ ട്യൂബിൻ്റെ ഡ്യൂട്ടിയാണ് ഏതെന്ന് പറയുന്നത്, ഇയർ ഡ്രമ്മിൻ്റെ 2 ഭാഗത്തും പ്രഷർ ഇക്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്, യൂസ്റ്റാഷ്യൻ ട്യൂബാണ്. ചെവിയെ പറ്റി ഇപ്പോൾ മാലിയസ് എന്താണെന്ന് പഠിച്ചു, ഇൻഗസ് എന്താണെന്ന് പഠിച്ചു, അവരുടെ ഷേപ്പ് പഠിച്ചു, യൂസ്റ്റാഷ്യൻ ട്യൂബിൻ്റെ ഫംഗ്ഷനും എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. 12ാമത്തെ ചോദ്യം, കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് ഈസ് നോൺ ആസ്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം വേറെ രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ സ്ഥിരം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ ഈ CGLലെ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതുള്ളൂ. എല്ലാത്തിലും നല്ല ചില ചോദ്യങ്ങൾ അത് കാണാൻ കഴിയുന്നുണ്ട്. കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജിപ്സ് ആണ്. ജിപ്സം എല്ലാവർക്കും അറിയാം അല്ലേ. ജിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CaSO4.2H2 ആണ്. എപ്പോഴും ചോദിക്കാറുള്ളത് ഇതിൻ്റെ ഫോർമുലയാണ്. ജിപ്സം എന്താണെന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഫോർമുലയിൽ ഉണ്ടാവാറുള്ളത് CaSO4, ആൻസർ ആയിട്ട് ഉണ്ടാവാറുള്ളത് CaSO4.2H2 ആണ്. അത് മാറ്റിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ എന്ത് ചോദിച്ചിരിക്കുന്നത്, എന്താണ് കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ്, 2 ഹൈഡ്രേറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളതാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാസ്റ്റർ ഓഫ് പാരീസും ഇതുപോലൊരു സാധനം തന്നെയാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെയും ഇതിൻ്റെയും ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ മാറ്റേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CaSO4 2H2 അല്ല, ഹാഫ് H2O ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്നല്ല നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ പറയുക, ഹാഫ് ഹൈഡ്രേറ്റ്, അതായത് ഹെമി ഹൈഡ്രേറ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, കെമിസ്ട്രിയുടെ ഭാഷയിൽ പറയുന്നത്. ബാക്കി എല്ലാം സെയിം. അപ്പോൾ കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് CaSO4 ഹാഫ് H2 ആണ്. അതേസമയം കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് നമുക്കറിയാം, ഡൈ എന്താണ്, 2 ആണ്, അത് ജിപ്സ് ആണ്, അത് CaSO4 2H2 ആണ്. അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ, നമ്മുടെ കയ്യൊക്കെ ഒടിയുന്ന സമയത്ത് മറ്റേ ബാൻഡേജ് ഒക്കെ ഇടില്ലേ, അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. ശില്പങ്ങളും ആർട്ടിസ്റ്റിക് ആയിട്ടും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു കോമൺ റെഫറൻസ് കിട്ടുക ഈ കൈയൊടിയുമ്പോഴും കാലൊടിയുമ്പോഴൊക്കെ ഇടുന്ന ഒരു വെള്ള വസ്തു ഉണ്ടല്ലോ, അതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. ബേസിക്കലി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കുന്ന ജിപ്സം ചൂടാക്കി അതിൽ കുറച്ച് വെള്ളം കളയുമ്പോൾ അവിടെ 2 ലിറ്റർ H2 ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു, അതൊരു 1/2 ലിറ്റർ ആക്കും, 1.5 ലിറ്റർ കളയും. അങ്ങനെയല്ല കേട്ടോ, ഞാൻ മനസ്സിലാവാൻ പറയുന്നതാണ്. ആ 2H2O 1.5 ലിറ്റർ വെള്ളം കളഞ്ഞിട്ട് 1/2 ആക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൻ്റെ ഫോർമുലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള
ഫോർമുലാസ് ആണ്. ജിപ്സത്തിൻ്റെ ആണെങ്കിൽ 2 ഉണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിൽ അരയേ ഉള്ളൂ, CaSO4 RH2O. ഞാനത് ഓർത്ത് വെച്ചത് പറയാൻ പാടുന്നോന്ന് അറിയില്ല, എങ്കിലും നമ്മുടെ ഈ കയ്യോ കാലോ ഒക്കെ ഒടിയുമ്പോഴാണല്ലോ നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കൈയുള്ളിടത്ത് അല്ലെങ്കിൽ ഒരു കൈയുള്ളിടത്തിൻ്റെ അരക്കൈയുടെ ഉപയോഗം നമുക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അരക്കാലിൻ്റെ ഉപയോഗം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതായത് മുഴുവനായിട്ടില്ലല്ലോ, പാതിയല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കാരണം ഒടിഞ്ഞിരിക്കുകയാണല്ലോ. അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമില്ലാതെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് അര എന്നുള്ളത് കിട്ടും. പിന്നെ ഡൈ ഉള്ളത് 2 ആണെന്നും ഹെമി ഉള്ളത് 1/2 ആണെന്നും എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഒരു കൺഫ്യൂഷൻ വേണ്ട, എപ്പോഴും ചോദിക്കുന്നതാണ്. കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ ജിപ്സ് ആണ്, അത് CaSO4 2H2O ആണ്. കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് അങ്ങനെ ഡയറക്റ്റ് ചോദിച്ച് കണ്ടിട്ടില്ല, ഒരുപക്ഷെ ഇനി അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് അതാണ്. അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്, CaSO4 1/2H2O ആണെന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്തത് 13, ലൂസിഫർ ഈസ് ദ അനദർ നെയിം ഓഫ് ദ പ്ലാനറ്റ്. ലൂസിഫർ എന്ന് പറയുന്നത് ഏത് ഗ്രഹത്തിന്റെ മറ്റൊരു പേരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൂസിഫർ ആരുടെയാണ്? വീനസിന്റെ മറ്റൊരു പേരാണ് ലൂസിഫർ. വീനസിനെ പറ്റി പറയുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന, എർത്തിന്റെ ട്വിൻ എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ആണ് വീനസ്. കാരണം രണ്ടുപേരുടെയും മാസ് ഏകദേശം എന്താണ്, ഒരേപോലെയാണ്. വീനസിന്റെയും എർത്തിന്റെയും മാസ് ഏകദേശം ഒരേ ലെവലിലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഭൂമിയുടെ അപരൻ എന്ന് പറയുന്നത്. ഇതൊരു വെയിൽഡ് പ്ലാനറ്റ് ആണ്. വെയിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മൂടുപടം അല്ലേ. വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖപടം, മൂടുപടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എപ്പോഴും ഇതിന് ചുറ്റും എന്തുണ്ടാവും, തിക്ക് ക്ലൗഡ്സ് ഇതിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്നും അറിയപ്പെടുന്ന ഏതാണ്, വീനസ് ആണ്. ഏറ്റവും ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്. നമ്മളെപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നതാണ്, കാരണം നമ്മൾ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് മെർക്കുറി ആണ് അല്ലെ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോനെ നമ്മൾ തട്ടി അല്ലേ, ഈ ഓർഡറിൽ നമ്മൾ പറയാറ്. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മെർക്കുറി അല്ല എന്തെന്ന് പറയുന്നത്, ഹോട്ടസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് വീനസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ഭൂമിയിൽ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഈ ഗ്ലോബൽ വാർമിങ്ങിലൂടെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് CO2 ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ ആലോചിക്കണ്ടോ, കത്തി ജ്വലിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ആണ്. ഉപഗ്രഹങ്ങളൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സൂര്യൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് എന്താ, ആദ്യത്തെ 4 ഗ്രഹങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ ഒരെണ്ണം വല്ലതും ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഉണ്ടാവുകയില്ല അല്ലെ. ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഉപഗ്രഹങ്ങളൊന്നുമില്ല. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്, വീനസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് ആണ്. പക്ഷേ നമ്മളെപ്പോഴും, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെപ്പോഴും മിഷൻസ് എല്ലാം എങ്ങോട്ട് പോകാനാ, മാർസിലോട്ട് പോകാനാ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഏറ്റവും അടുത്തായിട്ട് പോലും എന്തിനെ മൈൻഡ് ചെയ്യുന്നില്ല, വീനസിനെ മൈൻഡ് ചെയ്യുന്നില്ല. എന്താ കാരണം, ഇതാണ് കാരണം. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്. ആ ചൂട് സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്, നമ്മുടെ പാലക്കാട് തന്നെ ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ചൂട് കാരണം അല്ലേ. ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവർ അതിൻ്റെ അപ്പുറത്ത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ CO2 ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് പോയിട്ട് വാസസ്ഥലം റെഡിയാക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ മിഷൻസും എന്തിനെ ഫോക്കസ് ചെയ്യുന്നത്, മാർസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലേ. നമ്മുടെ പുതിയ കോളനിയൊക്കെ നമ്മൾ മാർസിൽ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്ന മനുഷ്യന്മാർ. അപ്പോൾ അത് മാർസിനെ ഫോക്കസ് ചെയ്യുന്നതിനുള്ള റീസൺ എന്താണ്, വൺ ഓഫ് ദി റീസൺ. കുറേ കാരണങ്ങളുണ്ടാവും, അത് വലിയ വലിയ ആളുകൾക്ക് വലിയ വലിയ കാരണങ്ങൾ അറിയും. നമ്മളെപ്പോലുള്ള ചെറിയ ആളുകൾക്ക് ഈ ചെറിയ കാരണം അറിഞ്ഞിരുന്നാൽ മതി. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാത്തത്. അതുപോലെ തന്നെ ഇതിന്റെ റൊട്ടേഷൻ എന്താണ്, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, വീനസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇവിടെ. ഈ നമുക്കറിയാം ഭൂമി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് 24 മണിക്കൂർ അല്ലേ നമ്മുടെ ഒരു ദിവസവും. റവല്യൂഷൻ ചെയ്യാനായിട്ട് 365 ദിവസം തന്നെ ഞാൻ എടുക്കുന്നുണ്ട്, റൗണ്ട് ചെയ്തിട്ട് 365 ദിവസമാണ് എടുക്കുന്നത് അല്ലേ. ഇതൊരു ദിവസം, ഇതൊരു വർഷമാണ്. പക്ഷെ വീനസിൽ ഇത് നേരെ തിരിച്ചാണ്. വീനസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റവല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഏറ്റവും ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, ലോങ്സ്റ്റ് ആണ്. ഇത് നോക്കിയോ, ദിവസം ഉണ്ട്, ഓർത്ത് വെക്കണമെന്നൊന്നുമില്ല. 229 ദിവസം എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു റവല്യൂഷൻ എടുക്കുന്നുള്ളൂ. അതേസമയം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരണമെങ്കിൽ എത്ര എടുക്കും, 243 ദിവസം എടുക്കും. സോ ടെക്നിക്കലി സ്പീക്കിംഗ് അവിടുത്തെ ഒരു ദിവസത്തിന് ഒരു വർഷത്തെക്കാൾ നീളുണ്ട്. ലെങ്ത് ഓഫ് എ ഡേ ഈസ് ഗ്രേറ്റർ ദാൻ എ ഇയർ. ഇതൊക്കെ നമ്മുടെ ഫിസിക്സിൽ, നമ്മുടെ ഫിസിക്സ് കോഴ്സിന്റെ ഭാഗമായിട്ട് ആസ്ട്രോണമിയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കേട്ടോ. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ട് പോകുന്നതാണ്. പിന്നെ ഇത് കാണാത്തവരുണ്ടാവും, അവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പറയുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ റിവോൾവ് ചെയ്യാൻ വെറും 229 ദിവസവും റൊട്ടേറ്റ് ചെയ്യാൻ 243 ദിവസം എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, ഒരു ദിവസത്തിന് ഒരു വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള സോളാർ സിസ്റ്റത്തിലെ ഒരേ ഒരു ഗ്രഹം ഏതാണ്, ഒരേ ഒരു പ്ലാനറ്റ് ഏതാണ്, വീനസ് ആണ്. അവിടെ കാണുന്ന ഒരു പ്ലാറ്റ്യൂ ആണ് ലക്ഷ്മി പ്ലാനറ്റ്. PSC ചോദിച്ചിട്ടുണ്ട്, വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വീനസിനെ പറ്റി പറഞ്ഞ് പെട്ടെന്ന് ഞാൻ റിവൈസ് ചെയ്യാം. എല്ലാം ചോദ്യങ്ങളാണ്, എല്ലാം പല പരീക്ഷയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ്, അത് വീനസ് ആണ്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഒരു സാറ്റലൈറ്റ് ഉണ്ട്, ഒരു ഉപഗ്രഹം കൂടിയുണ്ട്, അത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് താഴെ പറഞ്ഞു തരാം കേട്ടോ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ്, ഇത് പ്ലാനറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് പ്ലാനറ്റ് ആണ്. സാറ്റലൈറ്റ് ഏതാണ് നിങ്ങൾ പറഞ്ഞുതരും. തിക്ക് ക്ലൗഡ് കൊണ്ട് മൂടപ്പെട്ടിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ്,
മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നത് വീനസ് ആണ്. ഏറ്റവും ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഡോമിനേറ്റ് ചെയ്യുന്ന പ്ലാനറ്റ് ആണ്. ഏറ്റവും തിളക്കമുള്ള പ്ലാനറ്റ് ആണ്. ഉപഗ്രഹങ്ങളൊന്നുമില്ല. ഭൂമിയുടെ ഏറ്റവും അടുത്ത പ്ലാനറ്റ് ആണ്. ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് അതിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഭൂമിയൊക്കെ എങ്ങോട്ടാ? വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് അല്ലെ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. ഒരു ദിവസത്തിന് ഒരു വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള പ്ലാനറ്റ് ആണ്. ലെങ്ത് ഓഫ് ഡേയ്സ് ഗ്രേറ്റർ ദാൻ ഇയർ. അവിടുത്തെ ഒരു പ്ലാറ്റു ആണ് ലക്ഷ്മി പ്ലാനം എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ വീനസിൽ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വീനസിനെ പറ്റി കുറേ കാര്യങ്ങൾ കിട്ടിയില്ല. എല്ലാം ചോദ്യമാണ്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇൻക്ലൂഡ് ചെയ്ത് അത്രയും സമയം എടുത്ത് പറഞ്ഞത്. യാ 14ാമത്തെ ചോദ്യം. പ്ലാനറ്ററി സയന്റിസ്റ്റ് കോൾ ദ തിൻ ഗേഷ്യസ് എൻവലപ്പ് അറൌണ്ട് ദ മൂൺ ആസ് ദ. ചന്ദ്രന് ചുറ്റും കാണുന്ന വളരെ നേർത്ത ഒരു ഗേഷ്യസ് എൻവലപ്പ് കാണാൻ പറ്റും അത്രേ. അതിനെ ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. സോ ഒബ്വിയസ്ലി എന്തുണ്ട്? ലൂണാർ ഉണ്ട്. പുറത്താണ് കാണപ്പെടുന്നത്. സോ എക്സോ ഉണ്ട്. ഒരു കവറിംഗ് ആണ്. സോ അതിനെ സ്ഫിയർ എന്ന് വിളിക്കുന്നു. സോ ലൂണാർ എക്സോസ്ഫിയർ. അറിയില്ലെങ്കിൽ പറയാൻ പറ്റില്ല. അറിയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഓർത്തു വയ്ക്കാൻ ലോജിക്കലി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ചന്ദ്രന് ചുറ്റും കാണുന്ന ഒരു തിൻ ഗേഷ്യസ് എൻവലപ്പ്. ചന്ദ്രനാണ് ലൂണാർ. എക്സോ പുറത്താണ്. അതിന് ചുറ്റും ഒരു ലെയർ, ഒരു എൻവലപ്പ്. സോ എക്സോസ്ഫിയർ, ലൂണാർ എക്സോസ്ഫിയർ എന്ന് ഓർത്തിരിക്കുക. അതുപോലെ 15ാമത്തെ ചോദ്യം. ഇൻ ബയോളജിക്കൽ ടേംസ് ഡാഷ് ഈസ് എ റിലേഷൻഷിപ്പ് ആട്ടോ. ഡാഷ് വിട്ടുപോയി, സോറി. ഡാഷ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർഗാനിസംസ് ഇൻ വിച്ച് വൺ ഓർഗാനിസംസ് ബെനിഫിറ്റ്സ് ആൻഡ് ദ അതർ ഈസ് അൺഅഫക്റ്റഡ് ഈസ്. അതായത് ഒരു റിലേഷൻഷിപ്പ്, രണ്ട് ജീവികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൽ ഒന്നിന് ബെനിഫിറ്റ് ഉണ്ട്, ഒന്നിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതെന്താ അവിടെ നിന്ന് പോകുന്നില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന് എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെല്ലാം ചോദിക്കാറുണ്ട്. ഇത് 3 പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ളത്. ആദ്യത്തേത് മ്യൂച്വലിസ് ആണ്. മ്യൂച്വലിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളും ബെനിഫിറ്റ് ആവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പൂവിൽ നിന്ന് പോളിനേറ്റ് ചെയ്യാൻ പരാഗണം നടക്കണം. ഒരു തേനീച്ചയോ അല്ലെങ്കിൽ അതുപോലെ ഒരു വണ്ടോ എന്തെങ്കിലും എന്ത് ചെയ്യുന്നു, അതിന്റെ പോളൻ ഗ്രെയിൻസ് മറ്റൊരു പൂവിലോട്ട് എത്തിക്കുന്നു അല്ലേ. അപ്പോൾ എന്താണ്? വണ്ടിന്റെ അല്ലെങ്കിൽ തേനീച്ചയുടെ വിശപ്പ് മാറി, അതിന് ഇഷ്ടംപോലെ തേൻ കിട്ടി, നെക്ടാർ കിട്ടി, ആ പൂവിന് പരാഗണം നടന്നു, പോളിനേഷൻ നടന്നു. അപ്പോൾ രണ്ടുപേർക്കും ഉപകാരമാണെങ്കിൽ, മ്യൂച്വൽ ഈ ബെനിഫിഷ്യൽ ആണെങ്കിൽ നമ്മൾ അതിനെ മ്യൂച്വലിസം എന്ന് വിളിക്കുന്നു. അതേസമയം വെയിലിന്റെ മേലെ അല്ലെങ്കിൽ ഈ ടോർട്ടൈസ്, ആമയുടെ മേലെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ബാർനാക്കിൾസ് എന്ന് പറഞ്ഞ ഒരു തരം കക്ക പോലത്തെ ഒരു ജീവിയാണ് കേട്ടോ. അത് കറക്റ്റ് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അത് ഇതിന്റെ മേത്തെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും? പിടിച്ചിരിപ്പുണ്ടാവും. ഇതുകൊണ്ട് വെയിലിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. വെയിലിന് എന്താ പ്രത്യേകിച്ചില്ല. അതിന്റെ മേലെ അതൊരു വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-30 ആനയുടെ വലിപ്പമുള്ള സാധനമാണല്ലോ. അപ്പോൾ അതിന്റെ മേലെ ഒരു കുഞ്ഞു ഇതുപോലൊരു സാധനം വന്നിരിക്കുന്നുണ്ട്. വെയിലിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. വെയിൽ എന്താ? വെയിൽ അൺഅഫക്റ്റഡ് ആണ്. പക്ഷെ ഇതിന് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാർണക്കിൾസിന് ഈ ഇത് കഴിച്ചു വിടുന്ന വേസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിന് കിട്ടാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു മീനിന്റെ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, തിന്നുമ്പോൾ പുറത്തോട്ട് വരുന്നത്, അതെന്ത് കിട്ടും? ഈ ബാർണക്കിൾസിന് ഫുഡ് കിട്ടും. മാത്രമല്ല ഫ്രീ റൈഡും ആണ് അല്ലേ. ജീവിതകാലം മുഴുവൻ വാടക കൊടുക്കേണ്ട. വണ്ടി ഇങ്ങനെ എന്ത് ചെയ്തോളും? ഓടിക്കൊണ്ടേ വരുന്നത്. അവിടെ എന്ത് ചെയ്താൽ ഇരുന്നാൽ മതി അല്ലേ. എന്ത് അടിപൊളി ലൈഫാന്ന് ആലോചിച്ച് നോക്കി. കടലിനടി കൂടെ ഇങ്ങനെ ഫുള്ള് നീന്തി കിടക്കുക. കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കും, എന്നാലും അവരുടെ ജീവിതം അതാണല്ലോ. അതുപോലെ അടുത്തതാണ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. പാരസൈറ്റിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മേത്ത് വരുന്ന ഒരു പേന് അല്ലെങ്കിൽ പൂച്ചയുടെയോ പട്ടിയുടെയോ മേത്തൊക്കെ വരുന്ന ഒരു ടിക്ക്, ഒരു പേൻ തന്നെ വിചാരിച്ചു, അല്ലെങ്കിൽ മൂട്ടാന്നൊക്കെ നമുക്ക് പറയാം. അത് ഇതിന്റെ മേലെ കയറി എന്താ പാവം അതിന്റെ ചോരയും കുടിച്ച് എന്ത് ചെയ്യും? ഇതാക്കും. അതുപോലെ നമ്മുടെ മരങ്ങളിൽ കാണപ്പെടുന്ന ഇത്തിൽക്കണ്ണി പോലത്തെ പാരസൈറ്റിസ് ആണ്. നമുക്കൊരു ഉപദ്രവേ ഉള്ളൂ, ഉപകാരമല്ല, ഉപദ്രവേ ഉള്ളൂ. ദ കാറ്റ് സ്കിൻ ഗെറ്റ്സ് ഇറിറ്റേഷൻ. മരമാണെങ്കിൽ എന്താ? ഇതിൽക്കണ്ണി ഒന്ന് ഉണങ്ങി തന്നെ അങ്ങ് പോകും അല്ലേ. അതെന്താ? അത് തഴച്ച് വളയുകയും ചെയ്യും, വളരുകയും ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പാരസൈറ്റിസം എന്ന് പറയുന്നത്. സോ ഇതൊന്ന് നോട്ട് ചെയ്യുക. മ്യൂച്വലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു പാലിട്ട രണ്ടാൾക്കും വേണം. കമൻസാലിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഉപകാരമുണ്ട്, ഒരാൾക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ദോഷമൊന്നുമില്ല. പാരസൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കേ ഉപകാരമുള്ളൂ, മറ്റേ ആൾക്ക് എന്താണ്? നല്ല 8ന്റെ പണിയുമാണ്. അതാണ് ഇതെന്ന് പറയുന്നത് പാരസൈറ്റിസം എന്ന് പറയുന്നത്. അപ്പം മ്യൂച്വലിസും കമൻസാലിസും പാരസൈറ്റിസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന് ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചത് ഒന്നിന് ഉപകാരമുണ്ട്, ഒന്നിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും അല്ലേ. വൺ ഓർഗാനിസം ബെനിഫിറ്റ്സ് ആൻഡ് ദ അതർ ഈസ് അൺഅഫക്റ്റഡ് ഈസ് കമൻസാലിസം. മ്യൂച്വലിസം രണ്ടുപേർക്കും വേണം. പാരസൈറ്റിസം എന്ത് മതി? ഒരാൾക്ക് ഉപകാരം, ഒരാൾക്ക് ഉപദ്രവമാണ്. അപ്പോൾ വീണ്ടും 5 കുറേ പോയിന്റ്സും കിട്ടിയില്ലേ. പെട്ടെന്നൊന്ന് ഞാൻ റിവൈസ് ചെയ്ത് തരാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇയർ ഡ്രമ്മിൻ്റെ 2 ഭാഗത്തും പ്രഷർ ബാലൻസ് ചെയ്യുന്നത് യൂസ്റ്റേഷ്യൻ ട്യൂബാണ്. കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ജിപ്സ് ആണ്. CaSO4 2H2O ആണ്. അതുപോലെ തന്നെ കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഈ 2H2O മാറിയിട്ട് എന്താവും? ഹാഫ് H2 ആവും എന്നുള്ളതേ ഉള്ളൂ. ലൂസിഫർ എന്ന് പറയുന്നത് വീനസിന്റെ മറ്റൊരു പേരാണ്. ആ എക്സ്ട്രാ പോയിന്റ്സ് കൂടി ഒന്ന് ഓർത്തു വെക്കുക. ചന്ദ്രന് ചുറ്റും കാണുന്ന തിൻ ഗേഷ്യസ് എൻവലപ്പിനെ നമ്മൾ ലൂണാർ എക്സോസ്ഫിയർ എന്ന് പറയുന്നു. 2 ജീവികളുണ്ട്. ഒന്നുകൂടി പറയാം അല്ലേ. സോറി കുറേ മുന്നോട്ട്. 2 ജീവികളുണ്ട്. അതിൽ രണ്ടുപേർക്ക് ഉപകാരമാണെങ്കിൽ മ്യൂച്വലിസം, ഒരാൾക്ക് ഉപകാരമാണ്, മറ്റേയാൾക്ക് ഉപദ്രവം ഒന്നുമില്ലെങ്കിൽ കമൻസാലിസം, ഒരാൾക്ക് ഉപകാരമാണ്, മറ്റേയാൾക്ക് ഉപദ്രവം ഉണ്ടെങ്കിൽ അതെന്താണ്? അത് പാരസൈറ്റിസം എന്നും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പഠിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സെറ്റല്ലേ? അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. ദ ഡെവലപ്മെന്റ് ഓഫ് എ ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ്. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സിന്റെ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്?
ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. ദ ഡെവലപ്മെന്റ് ഓഫ് എ ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പി. 17ാമത്തെ ചോദ്യം, ഇൻ ദ സീക്വൻസ് ഓഫ് പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം വിച്ച് പ്ലാനറ്റ് കംസ് ഇൻ ബിറ്റ്വീൻ മാർസ് ആൻഡ് സാറ്റേൺ? മാർസിനും സാറ്റേണിനും ഇടയിൽ വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോളാർ സിസ്റ്റത്തിന്റെ ഓർഡർ അറിഞ്ഞിരിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആൻഡ് എന്താ പ്ലൂട്ടോ ഇല്ല അല്ലേ. അപ്പോൾ ഇതാണ് വരുന്നത്. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, മാർസിനും സാറ്റേണും ഇടയിൽ വരുന്ന ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മാർസും സാറ്റേണും, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, സാറ്റേൺ, രണ്ടിനും ഇടയിലുള്ളത് ആരാണ്? ജൂപ്പിറ്റർ ആണ് രണ്ടിനും ഇടയിലുള്ളത്. സോ നമ്മുടെ ആൻസർ എന്താ? അവർ ആൻസർ ഈസ് ജൂപ്പിറ്റർ. അടുത്ത ചോദ്യം, 18ാമത്തെ ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മാനുഫാക്ചർ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്? റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗമാണ് എന്നാണ് എന്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഇത് എവിടെ ഉണ്ടാക്കുന്നു, എവിടെ പോയിട്ടാണ് ഇത് മരിക്കുന്നത് അല്ലെങ്കിൽ ഡെഡ് ആവുന്നത് എന്നുള്ളത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. RBCയെ പറ്റി കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. എറിത്രോസൈറ്റ്സ് എന്ന് അറിയപ്പെടുന്ന RBC തന്നെയാണ്. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. RBC ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞ SSC-RRBയും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ബൈക്കോൺകേവ് അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടാണ് എങ്ങനെ കാണപ്പെടുന്നത്? പൊതുവെ മാമൽസിൽ, സസ്തനികളിൽ കാണപ്പെടുന്നത് ബൈക്കോൺകേവ് ഓർ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടാണ്. ന്യൂക്ലിയസ് ഇല്ല RBCക്ക്. അതിനുള്ള എക്സെപ്ഷൻ ആകെ 2 ജീവികളാണ്, ക്യാമലും ലാമയാണ്. സാധാരണ ഓപ്ഷൻസിൽ കാണാറുള്ള ക്യാമലാണ്. RBCയിൽ ന്യൂക്ലിയസ് ഉള്ള ജീവി ഏതാണ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളതാണ്. കേരള PSCക്ക് താഴെ ഓപ്ഷൻ ഉണ്ടാവാറുള്ള ഏതാണ്? ക്യാമലാണ്. ഉണ്ടാവുന്നത് എവിടെയാണ്? അതായിരുന്നല്ലോ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവുന്നത് എവിടെയാണ്? റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവുന്നത് ബോൺ മാരോയിലാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇതിൻ്റെ ലൈഫ് സ്പാൻ ഏകദേശം 120 ഡേയ്സ് ആണ്. അത് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. അപ്പോൾ അത് പഠിക്കേണ്ട. അതിൻ്റെ ഉണ്ടാവുന്ന ബോൺ മാരോയിലാണ്, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതുപോലെ RBCയുടെ ഗ്രേവ് എന്നറിയപ്പെടുന്നത് ശവമടക്ക് കേന്ദ്രം അല്ല, അങ്ങനെ എന്തോ മലയാളം എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. ഗ്രേവിയാർഡ് ഓഫ് RBC എന്നറിയപ്പെടുന്നത് എവിടെയാണ്? സ്പ്ലീനിലാണ്, പ്ലീഹയിലാണ് ഏതെന്ന് പറയുന്നത് ഗ്രേവിയാർഡ് ഓഫ് RBC എന്ന് പറയുന്നത്. അതുപോലെ RBCയിലാണ് നമുക്കറിയാം ഹീമോഗ്ലോബിൻ അല്ലേ, കളറിംഗ് പിഗ്മെന്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. ഹീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പെന്നും പ്ലസ് ഗ്ലോബിൻ, അതൊരു പ്രോട്ടീനാണ്. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് നമ്മുടെ RBCയിലാണ്. RBCയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് RBCയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്, ഈ RBCയുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. സോ എന്തൊക്കെയാണ് RBCയെ പറ്റി പഠിച്ച്? ദേ ആർ ഓൾസോ നോൺ ആസ് എറിത്രോസൈറ്റ്സ്, ബൈക്കോൺകേവ് അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്ഡ് ആണ്, ന്യൂക്ലിയസ് ഇല്ല എക്സെപ്റ്റ് ക്യാമൽ ആൻഡ് ലാമ, ബോൺ മാരോയിൽ ഉണ്ടാവുന്നു, സ്പ്ലീനിൽ അത് നശിപ്പിക്കപ്പെടുന്നു. അതിന്റെ ലൈഫ് സ്പാൻ ഏകദേശം 120 ദിവസമാണ്. ഹീമോഗ്ലോബിൻ ഉണ്ട്, ഹീം എന്ന് വെച്ചാൽ അയൺ ആണ്, ഗ്ലോബിൻ അതുകൂടി രണ്ടും ചേർത്താണ് നമ്മൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ് അല്ലേ. ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ടിൽ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹീമോഗ്ലോബിൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് RBC ഉണ്ടാവുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത് ഉണ്ടാവുന്നത് ബോൺ മാരോയിലാണ്. എന്നിട്ട് എവിടെ പോയി നശിക്കുന്നു? സ്പ്ലീനിൽ പോയി നശിക്കുന്നു. 19ാമത്തെ ചോദ്യം, മിത്തേനീസെ അല്ലെങ്കിൽ മീതേനീസെ കളർലെസ് ഓർഡർലെസ് OR അല്ല ODOUR ആണ്. ഓർഡർലെസ്, മണമില്ലാത്ത, നിറമില്ലാത്ത, നോൺ ടോക്സിക് ആയിട്ടുള്ള, ഒട്ടും വിഷമല്ലാത്ത ബട്ട് ഫ്ലേമബിൾ ഗ്യാസ്, കത്തുന്ന ഗ്യാസ് ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ നെയിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീഥേൻ്റെ ഏറ്റവും കോമൺ നെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ ഓപ്ഷനിലായി തന്നിട്ടുണ്ടായിരുന്നത് മാർഷ് ഗ്യാസ് ആണ്. അതിനോട് എത്രത്തോളം യോജിക്കാൻ പറ്റുന്ന എനിക്കല്ല. ആൻസർ കറക്റ്റാണ്, മാർഷ് ഗ്യാസ് മീഥേനാണ്. മാർഷ് ഗ്യാസിൻ്റെ കോമൺ നെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീഥേനാണെന്ന് പറയാം. തിരിച്ച് അത് എത്രത്തോളം നല്ലതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ചോദ്യങ്ങളുടെ ഒരു പൊതു സ്വഭാവം സാധാരണ ചോദിക്കുന്നതിൽ നിന്നും വഴിമാറി ചിന്തിച്ചുകൊണ്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ളതാണ്. സാധാരണ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഏതാണ് മാർഷ് ഗ്യാസ് ആയിട്ട് അറിയപ്പെടുന്നത് എന്നുള്ളതെല്ലാം. മാർഷ് ഗ്യാസ് ആയിട്ടും ഡാംപ് ഗ്യാസ് ആയിട്ടും, അതായത് ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ ഈ നനവുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പൊതുവെ മീഥേൻ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഡാംപ് ഗ്യാസ് ആയിട്ടുമാണ് എന്ത് വരുന്നത്, മാർഷ് ഗ്യാസ് ആയിട്ടും ഡാംപ് ഗ്യാസ് ആയിട്ടാണ് ഇത് എന്നറിയപ്പെടുന്നത് ഏതാണ്? മീഥേനാണ്. ഈ മീഥേനാണ് എന്തിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത്? നമ്മുടെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ. അതും ചോദിക്കാറുണ്ട്. CNGയുടെ ഫുൾ ഫോം തന്നെ ചോദിക്കാറുണ്ട്. CNGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ്. ആ CNGയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത്, മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മീഥേനാണ്. അതുപോലെ തന്നെ ഈ CNG പെട്രോളിയത്തെക്കാളൊക്കെ നല്ലൊരു ഫ്യൂലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താ, അത് കംപ്ലീറ്റ് ആയിട്ട് കംപ്രസ് ചെയ്യും. എന്തായാലും യാതൊന്നും വേസ്റ്റ് ആവില്ല, മൊത്തം എന്ത് ചെയ്തോളും, കിടന്ന് കത്തിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാർഷ് ഗ്യാസ് അല്ലെങ്കിൽ ഡാംപ് ഗ്യാസ് രണ്ടും ഓർത്തിരിക്കുക. ഡാംപ് ഗ്യാസ് അല്ലെങ്കിൽ മാർഷ് ഗ്യാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് മീഥേനാണ്. അങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത്. ഇവരെന്താ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. 20ാമത്തെ ചോദ്യം, ജോർജ് സൈമൺ ഓം ഇൻ ഹൂസ് ഓണർ വി ഹാവ് ദ ഫേമസ് ഓംസ് ലോ അല്ലെ, I is equal to V/R. ഇത് ഓംസ് ലോ ആണ്. ജോർജ് സൈമൺ ഓം എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ നാമം. അദ്ദേഹം ഏത് രാജ്യത്തു നിന്നുള്ള ആളാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ജോർജ് സൈമൺ ഓം ഈസ് ഫ്രം ജർമ്മനി. അദ്ദേഹം എവിടെക്കാരനാണ്? ജർമ്മനിക്കാരനാണ്. അപ്പോൾ വീണ്ടും 5 പഠിച്ചു. പെട്ടെന്ന് ഞാൻ റിവൈസ് ചെയ്തുതരാം. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സിന് നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറയുന്നു. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ആണ്. സോ ആൻസർ ജൂപ്പിറ്റർ ആണ്. റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവുന്നത് ബോൺ മാരോയിലാണ്. മീഥേൻ എന്ന് പറയുന്നത് മാർഷ് ഗ്യാസും ഡാം ഗ്യാസും ഒക്കെയാണ്. CNGയുടെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ആണ്. ജോർജ് സൈമൺ ഓം എവിടെ നിന്നുള്ള ആളാണ്? ജർമ്മനിയിൽ നിന്നുള്ള ആളാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക.
സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം, വെൻ ഡസ് ദ എൻറ്റയർ എർത്ത് എക്സ്പീരിയൻസ് ഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ്സ്? രാവിൻ്റെയും പകലിൻ്റെയും ദൈർഘ്യം ഒരുപോലെ ആവുന്ന കാലത്തെ നമ്മൾ അല്ലെങ്കിൽ ആ ദിവസത്തെ എന്താണ് പറയുക? ഇക്വിനോക്സ് എന്നാണ് പറയുക. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നുള്ളതെല്ലാം ദാസ് നിങ്ങൾക്ക് ജോഗ്രഫിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. എന്തായാലും ഒരേ ദൈർഘ്യം, രാവിനും പകലിനും ഒരേ ദൈർഘ്യം വരുമ്പോൾ ആ ദിവസത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇക്വിനോക്സ് എന്നാണ്. 22, വിച്ച് ഓഫ് ദിസ് ഈസ് ദ എനർജി കൺവേർഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ പ്രോസസ് കാൾഡ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൽ ഏത് എനർജി ആയിട്ടാണ് മാറുന്നത് എന്നുള്ളതാണ്. എന്താണ് മെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് വേണ്ടത്? സൺലൈറ്റും ഓക്സിജനും ആണ് അല്ലേ? സൺലൈറ്റ് എന്ന് പറയുമ്പോൾ എന്ത് എനർജിയാണ്? ലൈറ്റ് എനർജിയാണ്. ഈ ലൈറ്റ് എനർജിയെ ഫോട്ടോസിന്തസിസിൽ എന്താക്കി മാറ്റുന്നു? കെമിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ഇതിൽ സംഭവിക്കുന്നത്, ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്, അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. 23, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ലൈറ്റ് എമിറ്റഡ് ബൈ ദ സൺ? സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശത്തിന്റെ നിറം എന്താണ് എന്നുള്ളതാണ് നല്ലൊരു ചോദ്യമാണ്. അഗെയിൻ എന്താണ്? വെള്ള നിറമാണ് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിന്റെ നിറം എന്ന് പറയുന്നത്. 24, കൈറോപോഡി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് റിലേറ്റഡ് വിത്ത് വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി? അങ്ങനെ തന്നെയാണ് അത് വായിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു, എനിക്കറിയില്ല. ഈ CHIROPODY കൈറോപോഡി തന്നെയായിരിക്കും. കൈറോപ്രാക്ടർ എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. അത് ശരീരത്തിന്റെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട സയൻസ് ആണ്? ഫീറ്റ്, കാലുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് ഏതെന്ന് പറയുന്നത്? കൈറോപോഡി എന്ന് പറയുന്നത്. അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടുള്ളതല്ല, സോ നോട്ട് ചെയ്ത് വെക്കുക. പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ്, ഇനിയും എന്ത് ചെയ്തേക്കാം? ചോദിച്ചേക്കാം. 25ാമത്തെ ചോദ്യം, പെർണീഷ്യസ് അനീമിയ ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡാഷ്? പെർണീഷ്യസ് അനീമിയ ഉണ്ടാവുന്നത് എന്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്? ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്? ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഈ പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. പെർണീഷ്യസ് അനീമിയ ഉണ്ടാവുന്നത് വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി കൊണ്ടാണ്. ഈ ബോഡിക്ക് B12 വളരെ എസെൻഷ്യലാണ്. നമ്മുടെ ശരീരത്തിൽ RBC ഉണ്ടാക്കാനായിട്ട് എന്ത് വേണം? വൈറ്റമിൻ B12 നന്നായിട്ട് വേണം. വീണ്ടും 5 പഠിച്ചില്ലേ? പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഉണ്ടാവുന്ന അവസ്ഥയെ നമ്മൾ ഡേ ഓഫ് ഇക്വിനോക്സ് എന്ന് പറയുന്നു. ഫോട്ടോസിന്തസിസിൽ സംഭവിക്കുന്നത് ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആവുന്നു. സൂര്യൻ എമിറ്റ് ചെയ്യുന്ന പ്രകാശത്തിന്റെ നിറം വെള്ളയാണ്. കൈറോപോഡി എന്ന് പറയുന്നത് കാലിനെ പറ്റിയുള്ള പഠനമാണ്. പെർണീഷ്യസ് അനീമിയ ഉണ്ടാവുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടാണ്. സെറ്റല്ലേ? അടുത്ത 5 ചോദ്യങ്ങളിലേക്ക് പോവാലോ. 26ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾസോ നോൺ ആസ് എപ്സം സോൾട്ട്? ഇത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. മാഗ്നീഷ്യം സൾഫേറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെ തന്നെയാണ് കാണാറുള്ളത്. എപ്സം സോൾട്ട് ആയിട്ട് അറിയപ്പെടുന്ന ഏതാണ്? തിരിച്ചാണ് വരുന്നത്. ഇപ്പോൾ ഇവരുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് മാഗ്നീഷ്യം സൾഫേറ്റ് എന്തായി അറിയപ്പെടുന്നതെന്നാണ് ചോദിക്കേണ്ടത്. എന്തോ ഒരു ചോദിച്ചിട്ടില്ല. എപ്സം സോൾട്ട് എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എപ്സം സോൾട്ട് എന്താണ്? മാഗ്നീഷ്യം സൾഫേറ്റ് ആണ്. 27, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ പെസ്റ്റ് ഫിഷ്? അതായത് നമ്മുടെ നാട്ടിൽ എത്രത്തോളം പറഞ്ഞാൽ ശരിയാവുമെന്ന് അറിയില്ല, പക്ഷെ പുറത്തൊക്കെ ഈ വെള്ളക്കെട്ടുകളിൽ എന്തുണ്ടാവും? പെസ്റ്റ് ഫിഷ്, അതായത് മൊത്തം ഇവർ വളർത്തുന്ന സാധനങ്ങളെ തിന്നു തീർക്കുന്ന അത്തരത്തിലുള്ള ഫിഷുകൾ ഉണ്ടാവും. അപ്പോൾ അവയെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ താഴെ തന്നിട്ടുള്ളവയിൽ എന്താണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്: ഓവിസൈഡ്, ഹെർബിസൈഡ്, പിസിസൈഡ്, പ്രിഡസൈഡ്. ഇതിപ്പോൾ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും വെറും കോമൺ സെൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ആൻസർ പിടിക്കാം. എത്ര പേർക്ക് ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ പിടിക്കാം. എത്ര പേർക്ക് ആ ലോജിക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിസി കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫിഷ് വളർത്തലാണ് അല്ലേ? മീൻ വളർത്തലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ പിസി കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മീനുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഈ പിസി എന്ന് പറയുന്ന വാക്ക് അതിനകത്ത് വേണ്ടേ? ഫുൾ 100% ശരിയായിരിക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതൊരു ചാൻസ് ആണ് അല്ലേ? പിസി ഉണ്ട് ഇവിടെ. പിസി സൈഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം കൊല്ലുന്ന സാധനമാണ്. ഹോമിസൈഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? കൊന്നു, മർഡറിനെയാണ് നമ്മൾ ഹോമിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സൈഡ് കൊല്ലാണ്, പിസി സൈഡാണ്. അപ്പോൾ എന്താ? ഫിഷിനെ കൊല്ലുന്നത് ഏതായിരിക്കണം? പിസി സൈഡ് ആയിരിക്കണം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഐഡിയ മനസ്സിലായി? ഇങ്ങനെയൊക്കെ ലോജിക്ക് വെച്ചിട്ട് നമുക്കൊരു 2-3 ചോദ്യങ്ങളൊക്കെ ഒരു ഷിഫ്റ്റിൽ ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാം അറിയണം എന്നില്ല, നിർബന്ധമില്ല. ചിലപ്പോൾ 2-3 ക്വസ്റ്റനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? റാങ്ക് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഓവിസൈഡ് എന്താണ്? ഓവം നമുക്കറിയാം എന്താണ്? എഗ്ഗാണ് അല്ലേ? എഗ്ഗിനെ കില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊതുകിൻ്റെ കൂത്താടി അതുപോലെ മുട്ടയിടുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊല്ലണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ഓവിസൈഡ്. ഹെർബിസൈഡ് എന്താ? ആവശ്യമില്ലാത്ത ചെടികളാണ്. പിസിസൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിഷാണ്. പ്രിഡാസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഡേറ്റേഴ്സിനെ കൊല്ലാനായിട്ടാണ്. അതായത് ഇപ്പം എന്താ നമ്മൾ പറയുക, നമ്മുടെ നാട്ടിലിപ്പം പന്നി ഇറങ്ങി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കോഴിയൊക്കെ വളർത്തുന്ന സ്ഥലത്ത് ഒരു കുറുക്കം വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ കുറുക്കനെ തടയാനായിട്ട് അല്ലേ? അല്ലെങ്കിൽ പശു വളർത്തൽ കേന്ദ്രമാണെങ്കിൽ അവിടെ മറ്റു മൃഗങ്ങളുടെ അക്രമം ഉണ്ടാക്കാതിരിക്കാനായിട്ട്. ഇപ്പോൾ കടുവയോ പുലിയോ ഒന്നും നമുക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവാമല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ. സോ അതിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് പ്രിഡാസൈഡ് എന്ന് പറയുന്നത്. ഓവിസൈഡ് മുട്ടകളെ കൊല്ലാൻ, ആവശ്യമില്ലാത്ത മുട്ടകൾ ഉണ്ടാവുന്നതും പെറ്റുവരുന്നതും തടയാൻ. ഹെർബിസൈഡ് ചെടികളെ തന്നെ കൊല്ലാൻ. പിസിസൈഡ് ഫിഷിനെ കൊല്ലാനായിട്ട്. അതുപോലെ പ്രിഡാസൈഡ് എന്താ? പ്രിഡേറ്റേഴ്സിനെ കൊല്ലാനായിട്ടാണെന്നും ഓർക്കുക. 28ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഫീമെയിൽസ്? അതിന് ഓപ്ഷൻ ഒന്നും ഞാൻ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നില്ല. ഫീമെയിൽസിലുള്ള പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഓവറിയാണ് അല്ലേ?
യൂട്രസിൻ്റെ ഗർഭപാത്രത്തിൻ്റെ 2 ഭാഗങ്ങളിലുമായിട്ട് എന്തുണ്ട്, ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം നോർമൽ കേസിൽ എത്ര ഓവറീസ് ഉണ്ടാവണം? 2 ഓവറികൾ ഉണ്ടാവണം. ഈ ഓവറീസ് ഓരോ 28 ദിവസങ്ങളിലും ഒരു എക്സെൽ അല്ലെങ്കിൽ ഒരു ഓവം എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓരോ 28 ദിവസങ്ങളിലും ഒരു എക്സെൽ അല്ലെങ്കിൽ ഓവം, ഓവറീസ് ആണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവുലേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈമറി ഫീമെയിൽ സെക്സ് ഹോർമോൺ ഏതാണ് എന്ന് തന്നെ ചോദിക്കാറുണ്ട്. പ്രൈമറി ഫീമെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ഓവറീസ് ആണ്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് ഏതാണ്? ഈസ്ട്രജൻ ആണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിസിന് ഇക്വലന്റ് ആണ്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓവറീസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പേമും ഓവം കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത്, ബേബി ഉണ്ടാവുന്നതുമല്ല, അല്ലേ? റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എഗെയിൻ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ അവയവങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. ഈ കാണുന്നത് യൂട്രസ് ആണ്, ഇതാണ് 2 ഓവറീസ് എന്ന് പറയുന്നത്. ഫെലോപ്പിൻ ട്യൂബ്, അല്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? എപ്പോഴും ഫെലോപ്പിൻ ട്യൂബിൽ വെച്ചിട്ടാണ്. അതും ചോദ്യമാണ്, നോട്ട് ചെയ്യുക. ഫെലോപ്പിൻ ട്യൂബിലാണ് എന്ത് സംഭവിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇതാണ് വജനൽ പാർട്ട് എന്ന് പറയുന്നത്, സെർവിക്സ് എന്ന് പറയുന്നത്. ബേബി ഇതിലൂടെയാണ് അങ്ങനെ എന്ത് ചെയ്യുന്നത്? പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൽ ഏതാണ് ഇപ്പോൾ ചോദ്യമായിട്ട് വരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ ഓവറീസ് യൂട്രസിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. നോർമൽ കേസിൽ 2 തന്നെയാണ് ഉണ്ടാവുക. ഒരു എക്സെൽ അല്ലെങ്കിൽ ഓവം ഓരോ 28 ദിവസത്തിലും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഓവുലേഷൻ എന്ന് വിളിക്കുന്നു. പ്രൈമറി ഫീമെയിൽ സെക്സ് ഹോർമോൺ ആണ് ഈസ്ട്രജൻ. പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ഓവറിയാണ്. ടെസ്റ്റിസിന് ഇക്വലന്റ് ആണ് ഫീമെയിൽസിൽ ഏതെന്ന് പറയുന്നത്? ഓവറി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി സെക്സ് ഓർഗൻ ഏതാണ്? ഇത് ഇപ്പം പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. ഏതാണ്? ഓവറീസ് ആണ്. അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ? അത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് ഈ പകർന്നു പോകുന്നത്. ഇത് പകരാത്തൊരു അസുഖമായിട്ട് അതിൽ ഉണ്ടായിരുന്ന സിറോസിസ് ആണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇത് എപ്പോഴും ചോദിക്കാറുള്ളത് സിറോസിസ് മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തെ ബാധിക്കുന്ന അസുഖമാണ് എന്നുള്ളതാണ്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം സിറോസിസ് എവിടെ അടിച്ചു പോകുമ്പോൾ വരുന്നതാണ്? കരളാണ് എന്ത് ചെയ്യുന്നത്? സിറോസിസിൽ അടിച്ചു പോകുന്നത്. മദ്യപാനം കൊണ്ടും ആൽക്കഹോളിക് സിറോസിസ് ഉണ്ട്, അതുപോലെ നോൺ ആൽക്കഹോളിക് സിറോസിസ് ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. എന്തായാലും കരളിനെയാണ് എന്ത് ചെയ്യുന്നത്? അത് അഫക്ട് ചെയ്യുന്നത്. ഒരു നോർമൽ ലിവറും സിറോസിസ് അഫക്ട് ചെയ്ത ലിവറിൻ്റെ ഒക്കെ പിക്ക് നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ടുണ്ട്. കാണാനുള്ള ഒരു മനസാന്നിധ്യം ഉള്ളവരുണ്ടെങ്കിൽ, ഞാനൊക്കെ ഒന്നുകൊണ്ടാണ് എന്തൊക്കെയോ അങ്ങനെ നമ്മൾ നോക്കുന്നതിനിടയിൽ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഡിഫറൻസ് ആണ് നോർമൽ ലിവറും അതും തമ്മിൽ ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് നോക്കിക്കോളൂ, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ എന്തായാലും പിക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ കരളിനെ ബാധിക്കുന്ന അസുഖമാണ് സിറോസിസ്. അത് എന്ത് ചെയ്യില്ല, അത് പകരില്ലല്ലേ, ഓരോ മനുഷ്യൻ്റെ അവസ്ഥ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇതേ വീണ്ടും സോളാർ സിസ്റ്റത്തിന്റെ സീക്വൻസിനെ ബേസ് ചെയ്ത് ഇൻ ദ സീക്വൻസ് ഓഫ് പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം വിച്ച് പ്ലാനറ്റ് കംസ് ബിറ്റ്വീൻ മെർക്കുറി ആൻഡ് എർത്ത്? ആൻസർ പറഞ്ഞ് ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്തു? പക്ഷേ റിവിഷൻ വരുമ്പോൾ അത് കാണും. അതുകൊണ്ടാണ് ഞാൻ അതാണ് ആലോചിച്ചതിനിടയിൽ. അറിയാം എന്താണ്? വീനസ് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ ഓർഡർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? 2 ചോദ്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സോളാർ സിസ്റ്റത്തിൽ മെർക്കുറിക്കും എർത്തിനും ഇടയിൽ കാണുന്ന ഏതാണ്? വീനസ് ആണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? 5 ചോദ്യങ്ങൾ പഠിച്ചു. എപ്സം സോൾട്ട് എന്നറിയപ്പെടുന്നത് മാഗ്നീഷ്യം സൾഫേറ്റ് ആണ്. പെസ്റ്റ് ഫിഷുകളെ കൊല്ലാൻ പിസിസൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രിഡാസൈഡ് പ്രിഡേറ്റേഴ്സിനെ കൊല്ലാൻ, ഓവിസൈഡ് മുട്ടകളെ കൊല്ലാൻ, ഹെർബിസൈഡ് ഹെർബ്സിനെ തന്നെ കൊല്ലാൻ. പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ദ ഫീമെയിൽസ് ഓവറിയാണ്. പകരാത്ത അസുഖം സിറോസിസ് ആണ്. സിറോസിസ് ബാധിക്കുന്നത് കരളിനെയാണ്. സോളാർ സിസ്റ്റത്തിൽ മെർക്കുറിക്കും എർത്തിനും ഇടയിൽ ആരുണ്ട്? വീനസ് ഉണ്ട്. വീനസിന്റെ കഥ മൊത്തം എന്ത് ചെയ്തതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. ചോദ്യങ്ങൾ ചുമ്മാ പറഞ്ഞു പോകുമായിരുന്നില്ല, ഒപ്പം ഞാൻ കുറേ എക്സ്ട്രാ ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതെല്ലാം തന്നെ മുൻവർഷ ചോദ്യങ്ങളാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളിൽ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് മക്കളെ. അത് നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തതിന് പഠിക്കുക. ദയവേത് ആ ചോദ്യങ്ങൾ ഇങ്ങനെ മകപ്പ് ചെയ്യുന്നതിൽ നിന്ന് മാറി ആ ചുറ്റുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞാൽ സിലബസ് മൊത്തം പഠിച്ചിട്ട് ഈ ചോദ്യങ്ങൾ റിവിഷന് വേണ്ടി യൂസ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെയാണ് അത് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഞാൻ പലരോടും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരിക്കലും നിങ്ങൾ ഇത് മാത്രം കാണണമെങ്കിലും കുഴപ്പമില്ല. അതിനുവേണ്ടിയാണ് അങ്ങനെ കാണുന്നവരായിരിക്കും മെജോറിറ്റി എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റിന് ചുറ്റുമുള്ള ഒരു 5 കിലോമീറ്റർ റേഡിയസിലുള്ള കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുന്നത് ഇപ്പം പറഞ്ഞു പോകുന്നത്. അപ്പോൾ യൂസ്ഫുൾ ആവുന്നതെന്ന് വിചാരിക്കുന്നു. SSC, CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി എല്ലാ SSC RRB പരീക്ഷകൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. താഴെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാർക്ക് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിടണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിലോ ടെലിഗ്രാമിലോ എന്ത് ചെയ്തോളൂ, എന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നതിന് കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.